ബേപ്പൂർ പിടിക്കാൻ അൻവർ, കോട്ട കാക്കാൻ റിയാസ്, സുൽത്താൻ പട്ടത്തിനായി കനത്ത പോരാട്ടം. 35 വർഷമായി ഇടതുകോട്ടയായി ഉറച്ചു നിൽക്കുന്ന ബേപ്പൂർ ഇത്തവണ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ശ്രദ്ധാകേന്ദ്രമാകുന്നു. സംസ്ഥാനത്തെ യുവരാജാവെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മന്ത്രി പി എ മുഹമ്മദ് റിയാസും CPM-ൽ നിന്നും പുറത്തുവന്ന UDF പിന്തുണയോടെ ജനവിധി തേടുന്ന PV അൻവറും നേർക്കുനേർ വരുമ്പോൾ ബേപ്പൂർ തീപാറുന്ന പോരാട്ടത്തിന് സാക്ഷ്യം വഹിക്കും. കഴിഞ്ഞ 3.5 പതിറ്റാണ്ടായി ബേപ്പൂരിന്റെ രാഷ്ട്രീയ നാടിപിടിപ്പ് മുഹമ്മദ് റിയാസിന് പരിചിതമാണ്. 2016-ൽ VKC മുഹമ്മദ് കോയ നേടിയ 14,000 വോട്ടിന്റെ ഭൂരിപക്ഷം 2021-ൽ 28,000-ലധികമായി വർദ്ധിപ്പിച്ചാണ് റിയാസ് നിയമസഭയിലെത്തിയത്. പിണറായി വിജയനെയും മുഹമ്മദ് റിയാസിനെയും ലക്ഷ്യമിട്ടുള്ള PV അൻവറിന്റെ കടന്നുവരവ് പോരാട്ടത്തിന്റെ ഗതി മാറ്റിയിരിക്കുകയാണ്. പിണറായിസം, മരുമോനിസം എന്നീ പ്രയോഗങ്ങളിലൂടെ സർക്കാരിനെ കടന്നാക്രമിക്കുന്ന അൻവർ ഭരണവിരുദ്ധ വികാരം വോട്ടാക്കി മാറ്റാമെന്ന പ്രതീക്ഷയിലാണ്. UDF-ന്റെ പൂർണ്ണ പിന്തുണയും മുസ്ലിം ലീഗിന്റെ സംഘടനാ കരുത്തും അൻവറിന് ആത്മവിശ്വാസം നൽകുന്നുണ്ട്. ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും തുല്യ പ്രാധാന്യമുള്ള മണ്ഡലമാണ് ബേപ്പൂർ. അഡ്വക്കേറ്റ് KP പ്രകാശ് ബാബുവാണ് ബേപ്പൂരിൽ BJPക്ക് വേണ്ടി രംഗത്തിറങ്ങുന്നത്. മകൾക്കെതിരായ ആരോപണങ്ങളിൽ മനസ്സ് തുറന്ന പിണറായി വിജയൻ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിലൂടെ രംഗത്ത് വന്നതും രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുകയാണ്. കൊച്ചുമകൻ ചോദിച്ചു എന്താണ് തന്നെക്കുറിച്ചൊന്നും പറയാതിരുന്നതെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. മകൾ വീണയ്ക്കെതിരെ കഴിഞ്ഞ കാലങ്ങളിൽ ഉയർന്ന ആരോപണങ്ങളിൽ മനസ്സ് തുറന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ കൃത്യമായി തന്നെ ലക്ഷ്യമിട്ടുള്ള ആക്രമണത്തിന് ഉപയോഗിക്കുന്നതാണ് ഇത്തരം വിവാദങ്ങളെന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. മകൾക്കെതിരായ ആരോപണങ്ങളിൽ പാർട്ടി പ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കും കൂടുതൽ വിശദീകരണങ്ങൾ നൽകുന്നതുകൊണ്ട് പ്രയോജനങ്ങളൊന്നുമില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു. പ്രമുഖ മാധ്യമങ്ങൾക്ക് അനുവദിച്ച പ്രത്യേക അഭിമുഖങ്ങളിലാണ് പിണറായി വിജയന്റെ പ്രതികരണങ്ങൾ വന്നിരിക്കുന്നതും സോഷ്യൽ മീഡിയ ഇത് ചർച്ചയാക്കിയിരിക്കുന്നതും.